മഹാത്മാജി അനുസ്മരണവും ദേശരക്ഷാപ്രതിജ്ഞയും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു. ഗാന്ധിജിയുടെ ദർശനങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിതവും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ദൗത്യമാണ് ഇന്ന് ഇന്ത്യയിൽ ആകമാനമുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ ലക്ഷ്യം. ഗാന്ധി ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി കടുങ്ങല്ലൂർ ഈസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ മഹാത്മാജി അനുസ്മരണവും ദേശരക്ഷാപ്രതിജ്ഞയും പുഷ്പാർച്ചനയും KPCC ജനറൽ സെക്രട്ടറി BA അബ്ദുൽ മുത്തലിബ് ഉദ്ഘാടനം ചെയ്തു. മഹാത്മാഗാന്ധിയുടെ ദർശനങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിതവും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ദൗത്യമാണ് ഇന്ന് ഇന്ത്യയിലെ ആകമാനമുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിജ്ഞയും കർത്തവ്യവും. ഈ മഹാത്മാഗാന്ധിയുടെ ഈ ജന്മദിനത്തിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട് 2024 100 വർഷം പൂർത്തിയാകുകയാണ്. 1924 ഡിസംബർ 26, 27 തീയതികളിൽ നടന്ന AICC സമ്മേളനത്തിൽ മഹാത്മാഗാന്ധി കോൺഗ്രസിന്റെ പ്രസിഡന്റാകുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ രാജ്യത്തിൻ്റെ മോചനത്തിന് വേണ്ടിയുള്ള ഒരു പ്രസ്ഥാനമാക്കി മാറ്റാനും ഛിന്ന ഭിന്നമായി കിടന്നിരുന്ന നമ്മുടെ നാട്ടുരാജ്യങ്ങളെയും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വവും സാഹോദര്യവും നിലനിർത്താനുമുള്ള പ്രതിജ്ഞയാണ് അന്നു മുതൽ നമ്മുടെ മഹാത്മാഗാന്ധി ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയത്. മഹാത്മാഗാന്ധിയുടെ ജന്മദിനം അന്താരാഷ്ട്ര അഹിംസ ദിനമായി ലോകമെമ്പാടും ആചരിക്കപ്പെടുമ്പോൾ മഹാത്മാവിന്റെ മണ്ഡലം പ്രസിഡന്റ് MB ജലീൽ അധ്യക്ഷത വഹിച്ചു. മറിയം സലാം ദേശരക്ഷാപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിമാരായ റഫീഖ് ഉളിയന്നൂർ, CA ഹുസൈൻ, മുൻ മണ്ഡലം പ്രസിഡന്റ് VG ജയകുമാർ, മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ KA അൻവർ, TC മാത്യൂസ്, KA ഹൈദ്രോസ്, പഞ്ചായത്ത് അംഗങ്ങളായ MK ബാബു, R ശ്രീരാജ, മണ്ഡലം സെക്രട്ടറിമാരായ മജീദ് തോപ്പിൽ, ഹമീദ് ബദുവന, MA കുഞ്ഞുമുഹമ്മദ്, KK ജാഫർ, വിനോദ്, IV ദാസൻ, OK അബ്ദുൽ സലാം, വാർഡ് പ്രസിഡന്റുമാരായ അൻസാരി ചാലിയേലി, സജി പാപ്പച്ചൻ, ജോസഫ് ഡാനിയൽ, ബൂത്ത് പ്രസിഡന്റുമാരായ അൻസാരി ബഷീർ, മുഹമ്മദ് സുജാദ്, റസാഖ്, അംജദ് അലി, ബിനോയ് തുടങ്ങിയവർ പങ്കെടുത്തു.